വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി എല്ലാവരും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വെള്ളനാട് നിന്നുള്ള റെജിക്കും നിഷയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. റെജിക്ക് കരളിനോട് അനുബന്ധിച്ചുള്ള രോഗങ്ങളിൽ നിന്ന് പരിപൂർണമായ സൗഖ്യം അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള മഹേഷ് അനു, അതുപോലെ മകൾ ശ്രേയ, കർത്താവെ അവർക്കായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ മുഴുവൻ ആരോഗ്യത്തിൽ അങ്ങ് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രേയയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ആ കുഞ്ഞിൻ്റെ മേൽ കർത്താവെ നീ പകരുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. നെല്ലിമൂടുന്നുള്ള രാജ്ദാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യയ്ക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായ സൗഖ്യം കർത്താവെ അങ്ങ് നൽകണമേ. മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ചെങ്ങന്നൂരിൽ നിന്നുള്ള ജെറിനും മറീനയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജെറിനും തൻ്റെ സഹോദരി മറീനയ്ക്കും അവരുടെ കുടുംബത്തിലുള്ള സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷകരമായ ഒരു വിവാഹ ജീവിതം അവർക്കുണ്ടാകേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ക്രിസ്റ്റൽ വെൽസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകൾ പ്രമീളയ്ക്ക് എല്ലാ മെൻ്റൽ ഡിസീസിൽ നിന്നും പരിപൂർണമായ സൗഖ്യം അങ്ങ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, പെൻഡിങ്ങിലായിരിക്കുന്ന സാലറി ലഭിക്കുവാൻ, അതുപോലെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പാമ്പാടിയിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലങ്സിലുള്ള ആ ഗ്രോത്ത് പരിപൂർണമായും ആ സഹോദരിയിൽ നിന്നും മാറിപ്പോകാനായി പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. USA പോകാനുള്ള വിസ എത്രയും വേഗം ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേ. ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിങ് ടുഡേ വ്യൂവേഴ്സ് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിങ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു The History Makers Regional Teens and Youth Conference. ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. Blessing Festival പോണ്ടിച്ചേരി ഒക്ടോബർ 2 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സാവിയോ ഹാൾ, ഹോളി സ്പിരിറ്റ് ചർച്ചിന് സമീപം, ടാഗോർ നഗർ, ലോസ്പെറ്റ്, പുതുച്ചേരി 605008. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഒക്ടോബർ 3 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. കഴിഞ്ഞ മെയ് മാസം 19-ാം തീയതി രാത്രിയിൽ ഇവിടെ അടുത്ത് വെച്ച് മകന് ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. അതെങ്ങനെയാണ് നടന്നതെന്നൊന്നും തനിക്കറിയില്ല. അപകടം നടന്നിട്ട് തൻ്റെ തലയ്ക്ക് കാര്യമായ രീതിയിൽ ക്ഷതം സംഭവിച്ചു. തൻ്റെ തലയുടെ ഒരു ഭാഗം മുഴുവൻ ബ്ലഡ് ക്ലോട്ടായി, അകത്ത് ബ്രെയിനിൽ ക്ലോട്ട് വന്നു. അങ്ങനെ തന്നെ പ്രശസ്തമായൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തന്നെ അഡ്മിറ്റ് ചെയ്തു. എമർജൻസി ആയിട്ട് ഓപ്പറേഷനൊക്കെ നടത്തി. പക്ഷേ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലുള്ള ഒരു വ്യക്തിക്ക് 6 മാസത്തോളം മറ്റാരെയും തിരിച്ചറിയാൻ കഴിയില്ല. അത് മാത്രമല്ല,
തൻ്റെ തലയോട്ടി അത് പിളർന്നെടുത്തിട്ട് അവിടെ സർജറി എല്ലാം നടത്തി അത് കുറച്ച് 3 മാസം കഴിയുമ്പോൾ അത് തിരിച്ചു വെക്കണം എന്നൊക്കെയാണ് അവരോട് പറഞ്ഞിരുന്നത്. 19-ാം തീയതി 7:30-ക്കാണ് സംഭവിച്ചത്. പോകുന്ന വഴിക്ക് തന്നെ താൻ പ്രയർ കോൾ സെൻറ്ററിലെല്ലാം താൻ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ TV പ്രോഗ്രാം നടന്നപ്പോൾ ഈ അമ്മയ്ക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. മകൻ വെന്റിലേറ്ററിലായിരുന്നു, താൻ ഹോസ്പിറ്റലായിരുന്നു. എന്നാൽ തൻ്റെ അടുത്ത് വന്ന് തന്നെ കാണാൻ വന്നിരുന്ന വ്യക്തികൾ വന്ന് പറഞ്ഞു, ഇന്ന് TV പ്രോഗ്രാമിലൂടെ ബ്രദർ ഡാമിയൻ പറഞ്ഞു ആക്സിഡൻറ്റ് സംഭവിച്ച ഒരു വ്യക്തി അപകടനില തരണം ചെയ്യുന്നു എന്ന് ബ്രദർ പറഞ്ഞു എന്ന് സന്ദർശകരായി വന്നവർ തന്നോട് പറഞ്ഞു. മാത്രമല്ല താൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആദ്യം തന്നെ ചെയ്തത് പ്രാർത്ഥനാ ഡയറി വീട്ടിൽ നിന്ന് താൻ എടുപ്പിച്ചു. താൻ അത് ഹോസ്പിറ്റലിലേക്ക് എടുപ്പിച്ചു. താൻ ഹോസ്പിറ്റലിൽ ആ ദിവസങ്ങൾ മുഴുവൻ 3 പ്രാർത്ഥനകളാണ് പ്രധാനമായും അതിൽ നിന്ന് താൻ പ്രാർത്ഥിച്ചത്. ഒന്ന്, വലിയ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന. രണ്ടാമത്, അത്ഭുതത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന. മൂന്നാമത്തേത്, രോഗസൗഖ്യത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന. ഈ 3 പ്രാർത്ഥന ദിവസവും പല തവണ പല ആവർത്തി താൻ പ്രാർത്ഥിക്കുമായിരുന്നു. താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പറഞ്ഞു, കർത്താവേ, ഏത് അവസ്ഥയിലാണെങ്കിലും എനിക്ക് എൻ്റെ മകനെ കിട്ടിയാൽ മതി. ഈ അമ്മ ചെയ്തത് കോൾ സെന്ററിൽ തുടർമാനമായിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. 9-ാമത്തെ ദിവസമായപ്പോൾ ഈ മകൻ കണ്ണു തുറന്നു. 6 മാസം കൊണ്ട് വരേണ്ട പ്രോസസ്സ് ഈ മകൻ്റെ ജീവിതത്തിൽ 9-ാമത്തെ ദിവസം മകൻ കണ്ണു തുറന്ന് തൻ്റെ അടുത്ത് നിൽക്കുന്നത് ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അച്ഛനെ കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ അമ്മ പറയുന്നത് അച്ഛൻ്റെ ഷർട്ടിൽ പിടിച്ചിട്ട് മകൻ ഇങ്ങനെ വലിച്ചു. അപ്പോൾ തന്നെ ഡോക്ടേഴ്സിന് മനസ്സിലായി തൻ്റെ ഓർമ്മശക്തിക്ക് ഒന്നും പറ്റിയിട്ടില്ല. കർത്താവ് അത്ഭുതകരമായി അവിടെ ഒരു സൗഖ്യം കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ ഈ മകൻ സംസാരിക്കാൻ തുടങ്ങി. സംസാരശേഷി തിരിച്ചു വന്നു. അമ്മ പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു മുഴ പോലെ ഈ ഒരു ഭാഗത്തുള്ളതല്ലാതെ അങ്ങനെ ഒരു അപകടം നടന്നൊരു വ്യക്തിയാണെന്ന് അറിയ പോലുമില്ല. അമ്മ പറയാം, നിരന്തരമായ എൻ്റെ പ്രാർത്ഥനാ ഡയറിയും അതുപോലെ പ്രയർ കോൾ സെന്ററിൽ വിളിച്ചു പറഞ്ഞ് ആ ഒരു പ്രാർത്ഥനയാണ് ആ മകനെ അപകട നിലയിൽ നിന്ന് വളരെ വേഗം ജീവനിലേക്ക് കൊണ്ടുവന്നത്. മോന്റെ പേരെന്താ? ലിബിൻ തോമസ്. എഞ്ചിനീയറിംഗ് പഠിച്ചു ജോലി കയറി കുട്ടിയായിരുന്നു. ജോലി കയറിയോ? ഡൽഹി ജോലിയായിരുന്നു. 15 ദിവസം ആയതേ ഉള്ളായിരുന്നു വീട്ടിൽ വന്നിട്ട്. അവധിക്ക് വന്നതാ. ആ സമയത്താണ് ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. ജീവനെന്ന് പറയുന്ന ഒന്നുമില്ല. ഞാൻ എല്ലാവരും എന്നോട് പറഞ്ഞ് ആംബുലൻസിൽ കയറരുതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വിശ്വാസം, ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടും. അങ്ങനെയുള്ള അമ്മമാരാ വേണ്ടത്. കർത്താവ് എനിക്ക് പ്രസവിക്കാൻ ഭാഗ്യം തന്നെങ്കിൽ ആ കുഞ്ഞിനെ കർത്താവ് തിരിച്ചു തരും. ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ യേശുവേ എൻ്റെ കുഞ്ഞിന് ജീവൻ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. ചിലപ്പോൾ ചത്ത തടി പോലെ ആയിരിക്കും കിടക്കുന്നത്, എന്നാലും ജീവനോട് വന്ന് കിട്ടിയാൽ മതി എന്നാ പ്രാർത്ഥിച്ച. പക്ഷേ കർത്താവ് അങ്ങനെയല്ല കൊടുത്തത്. ഒരു കുഴപ്പവുമില്ലാത്ത ഒരു മകനെ കർത്താവ് തിരിച്ചു കൊടുത്തു. മാത്രമല്ല, ഓപ്പറേഷൻ ഏകദേശം 6 ലക്ഷം രൂപയോളം അവർക്ക് ചിലവ് വന്നു. അവർക്ക് അതിന് വേണ്ടിയിട്ട് കയ്യിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മച്ചി പറയുന്നത് കർത്താവ് അതിനുള്ള വഴികൾ, 1 രൂപ പോലും പ്രശ്നമില്ലാതെ വളരെ വേഗത്തിൽ ആ പണമെല്ലാം ഒരു വലിയ അടി പോലെയാണ് ഇതൊക്കെ വരുന്നത്. പക്ഷേ ആ 6 ലക്ഷം രൂപയുടെ കാര്യവും കർത്താവ് നടത്തി കൊടുത്തു. ചേർന്ന പാഠം നന്ദിയോടെ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്ന് നന്ദി ചൊല്ലുന്നു. നന്ദിയോടെ കൈകളെല്ലാം ഉയർത്തിക്കൊണ്ട് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. കരങ്ങളൊക്കെ ഒന്ന് ചലിപ്പിച്ചുകൊണ്ട് പാടാമോ? നന്ദി നിറഞ്ഞ ഹൃദയങ്ങളോടെ, നന്ദി നിറഞ്ഞ സ്വരത്തോടെ. ഇന്ന് നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി ശബ്ദമുയർത്തി കരങ്ങൾ വീശി ശക്തിയോടെ ഇന്നു നന്ദി ചൊല്ലുന്നു.
യേശു യേശുവാരിലും വലിയവൻ. ചേർന്ന് പാടാം. യേശു യേശു യേശുവാരിലും മതിയായവൻ. Today I'm going to speak to you on Jesus the hope giver. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രത്യാശ നൽകുന്ന യേശുവിനെ പറ്റിയാണ്. Everybody lift your right hand. എല്ലാവരും നിങ്ങളുടെ വലതുകരം ഉയർത്തിപ്പിടിച്ചാലും And everybody say Jesus is the hope giver. അത് നിങ്ങൾ പറഞ്ഞാലും യേശു പ്രത്യാശ നൽകുന്നവനാണ്. Shout a big hallelujah. വലിയൊരു ഹല്ലേലൂയ പറഞ്ഞാലും. And tell your neighbor Jesus can give you hope. അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു യേശുവിന് നിങ്ങൾക്ക് പ്രത്യാശ നൽകുവാൻ കഴിയും. Hallelujah. ഹല്ലേലൂയ. Now listen to me. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ This world is a hopeless world. ഈ ലോകം എന്ന് പറയുന്നത് പ്രതീക്ഷയില്ലാത്ത പ്രത്യാശയില്ലാത്തൊരു ലോകമാണ്. Even when we start our lives as babies, നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായി നമ്മുടെ ജീവിതം തുടങ്ങുന്ന സമയം and as we grow, നമ്മൾ വളർന്നു വരുന്ന സമയങ്ങളിലൊക്കെ as we go to our preschool or play school or other schools, നമ്മൾ നഴ്സറിയിലും പ്ലേ സ്കൂളിലും മറ്റ് സ്കൂളുകളിൽ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ there is a lot of competition. അവിടെ എല്ലാം ഒത്തിരി മത്സരങ്ങളുണ്ട്. Many people disappoint us. ഒത്തിരി ആളുകൾ നമ്മളെ നിരാശപ്പെടുത്താറുണ്ട്. And from our childhood sometimes we go through hopeless situations. നമ്മുടെ കുട്ടിക്കാലം തുടക്കേ നമ്മൾക്ക് ഇതുപോലെയുള്ള പ്രതീക്ഷയില്ലാത്ത നിരാശാജനകമായ സാഹചര്യങ്ങളിൽ നമ്മൾ കടന്നു പോകാറുണ്ട്. In your personal life, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ I know all of you have gone through hundreds and hundreds of hopeless situations. നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും നൂറുകണക്കിന് ഇതുപോലെ പ്രതീക്ഷയില്ലാത്ത സന്ദർഭങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. I have gone through such hundreds of situations. ഞാനും എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ നൂറുകണക്കിന് അവസരങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. But in every such situation, ഇതുപോലെയുള്ള ഓരോ സാഹചര്യങ്ങളിലും when Jesus comes in, യേശു കർത്താവ് കടന്നു വരികയും when Jesus comes in, there will be hope. യേശു കർത്താവിന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും പ്രത്യാശ നൽകുവാൻ കഴിയുന്നതാണ്. Hallelujah. Hallelujah. When Jesus was born in Bethlehem, യേശു കർത്താവ് ബേത്ലഹേമിൽ വന്ന് പിറന്നപ്പോൾ his star rose in heaven, അദ്ദേഹത്തിന്റെ നക്ഷത്രം ആകാശത്ത് ഉയരുവാനിടയായി തീർന്നു. and a group of wise men from the east started following the guidance of the star. കിഴക്ക് ദേശത്ത് നിന്ന് വിദ്വാൻമാരായ ചില ആളുകൾ ഈ നക്ഷത്രത്തിന്റെ പിറകെ അവർ പോകുവാനിടയായി. There was something like a guiding star. മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നക്ഷത്രമായിരുന്നു അത്. In the same way, അതുപോലെ തന്നെ sometimes God will appoint some stars to guide your life. അതുപോലെ തന്നെ യേശു കർത്താവ് ചില നക്ഷത്രങ്ങളെ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴി കാണിക്കുവാൻ വേണ്ടി ദൈവമാക്കി വെക്കും. Can you shout hallelujah? ഹല്ലേലൂയ പറയാമോ? When Jesus came down to this world, യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ he brought down hope. യേശു കർത്താവ് പ്രതീക്ഷയുമായിട്ടാണ് ഇറങ്ങി വന്നത്. Hallelujah. ഹല്ലേലൂയ. Shall we read a few verses? നമ്മൾ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Book of Romans chapter number 8, റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായം verse number 24. അതിന്റെ 24-ാമത്തെ വാക്യം. For in this hope we were saved, but hope that is seen is not hope at all. Who hopes for what he already has? But if we hope for what we do not yet have, we wait for it patiently. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല, ഒരുവൻ കാണുന്നതിനായി ഇനിയും പ്രത്യാശിക്കുന്നത് എന്തിന്? 5 things I'm going to tell you. You have to write it down. 5 കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പറയാൻ പോവുകയാണ്. അത് നിങ്ങൾ ഓരോന്നും എഴുതിയെടുക്കേണ്ടതാണ്. All these 5 things are based on this verse. ഈ 5 കാര്യങ്ങളും നമ്മളിപ്പോൾ വായിച്ച ആ വാക്യത്തിൽ നിന്ന് ആധാരമാക്കിയിട്ടുള്ളതാണ്. Number 1, we are saved because of our hope in the Lord. ഒന്നാമത്തെ കാര്യം, നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശ നിമിത്തമാണ്. If any one of you is going through
any disappointment today, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിരാശയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ, maybe in your family life, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലാകാം, or in your finances, നിങ്ങളുടെ സാമ്പത്തികമായ or in മേഖലയിലായിരിക്കാം, your profession, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടായിരിക്കാം, or in your children's case, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യമായിട്ടായിരിക്കാം, any hopeless situation, desperate situation in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രതീക്ഷയില്ലാത്ത നിരാശാജനകമായ സാഹചര്യമായിരുന്നാലും, If you trust in the Lord, that will bring in hope. നിങ്ങൾ യേശുവിൽ ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, പ്രത്യാശ അർപ്പിക്കുകയാണെങ്കിൽ, അത് വിശ്വസിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയെ കൊണ്ടുവരുന്നതാണ്. Hallelujah. ഹല്ലേലൂയ. Put your full trust in Jesus. യേശുവിൽ നിങ്ങൾ പൂർണ്ണ ആശ്രയം കൊടുക്കുക. Just believe that Jesus is there and he will take care of me. യേശു കർത്താവ് നിന്റെ ജീവിതത്തിലുണ്ട്. നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാം യേശു കർത്താവ് ഏറ്റെടുക്കുമെന്ന് നിങ്ങൾ അങ്ങ് ചുമ്മാ അങ്ങ് വിശ്വസിക്കുക. Usually I say something. ഞാൻ സാധാരണ ഒരു കാര്യം പറയാറുണ്ട്. As long as Jesus is in the throne of heaven, I don't need to worry about anything. എൻ്റെ യേശു കർത്താവ് സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്രയും കാലം എൻ്റെ ജീവിതത്തിൽ ഒന്നിനെയും കുറിച്ച് ഓർത്ത് ഞാൻ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. But there is a good news. എന്നാൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. He is an eternal king. യേശു കർത്താവ് നിത്യനായ രാജാവാണ്. And no one can dethrone him. യേശു കർത്താവിനെ ആർക്കും തന്റെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കി വിടുവാൻ കഴിയുകയില്ല. That means my future is safe with Jesus. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എൻ്റെ ഭാവി യേശുവിന്റെ കൈകളിൽ സുരക്ഷിതമാണ്. Can you shout hallelujah? കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? So we are saved because of our hope in the Lord. നമ്മൾ രക്ഷിക്കപ്പെട്ടത് യേശു കർത്താവിലുള്ള നമ്മുടെ പ്രത്യാശ നിമിത്തമാണ്. Hallelujah. ഹല്ലേലൂയ. Secondly, that verse says we should hope for what we do not have today. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത് നമ്മൾ പ്രത്യാശ വെക്കേണ്ടത് നമ്മൾ ഇന്ന് കാണാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. Hallelujah. ഹല്ലേലൂയ. In the same way, we can hope only for the things that we have not seen yet. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയുന്നത് നമ്മൾ ഇതുവരെ കാണാത്ത കാര്യങ്ങളെ കുറിച്ചായിരിക്കണം. So the second thing is we should hope for what we do not have today. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി ആയിരിക്കണം നാം പ്രതീക്ഷിക്കേണ്ടത്. Hallelujah. ഹല്ലേലൂയ. So my question today is this: what are the things you do not have today but you want to have? നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ കൈവശമില്ല, നിങ്ങൾക്കത് ഇന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഇനി അത് വേണ്ടി വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? You have a list. നിങ്ങൾക്കൊരു ലിസ്റ്റ് ഉണ്ട്. So prepare a list. നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണോ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണോ അതിനുവേണ്ടി ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. You can write it in your prayer diary. നിങ്ങളുടെ പ്രയർ ഡയറിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതിയെടുക്കാം. You don't have it today but you will have it tomorrow. നിങ്ങൾ അത് അങ്ങനെ എഴുതി വെക്കുന്ന കാര്യം ഇപ്പോൾ നിങ്ങൾക്കത് ഇല്ലെങ്കിൽ വരുന്ന നാളുകളിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് കൊണ്ടുവന്ന് തരാൻ പോവുകയാണ്. Clap your hands for Jesus. കൈകൾ അടിച്ചുകൊണ്ട് ആ നല്ല യേശുവിന് നന്ദി പറയാൻ തുടങ്ങിയാലോ. Number 3, we should hope for what we have never seen today. നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. Never in your life you have seen something. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടേയില്ല. There was a great righteous man called Noah living in this world in the olden times. പഴയ കാലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നോഹ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി കാണാവുന്നതാണ്. And in his days, up to his days, there was no rain at all in the world. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സമയം വരെയും അവിടെ മഴ ഉണ്ടായിരുന്നില്ല. We living in Kerala, we have great blessed monsoon time. We have lot of rain. നമ്മൾ ഈ കേരളത്തിലാണ് ജീവിക്കുന്നത്, നമുക്ക് ഇവിടെ മൺസൂൺ ഉണ്ട്, ഇവിടെ ഒത്തിരി മഴ നമുക്ക് ലഭിക്കുന്നതാണ്. But Noah had never seen rain in his life. എന്നാൽ നോഹയ്ക്ക് തന്റെ ജീവിതത്തിൽ അദ്ദേഹം മഴ കണ്ടിട്ടില്ല. No such phenomenon called rain. മഴ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇതുവരെ അവർ കണ്ടിട്ടില്ല. But still there was cultivation and agriculture and vegetation in this world. എന്നാൽ ആ സമയത്തും ഈ ലോകത്ത് കൃഷിയും മറ്റ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. And how did that happen? അതെങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? Snow and dew used to raise up from the ground and it used to travel and give water, settle down in vegetation, and that was the way the cultivation was going on up to the time of Noah. നോഹയുടെ കാലം വരെയും അന്ന് കൃഷി
കൃഷിക്കൊക്കെയും വെള്ളം ലഭിച്ചുകൊണ്ടിരുന്നത് മഞ്ഞും ഭൂമിക്കടിയിൽ നിന്ന് പൊങ്ങി വന്ന് അത് ഒരു ഉറവ പോലെ നദി പോലെയൊക്കെ ഒഴുകി അങ്ങനെ അത് വൃക്ഷങ്ങളുടെ മേൽ വന്നിരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയാണ് അന്ന് ജലം സസ്യങ്ങൾക്ക് ലഭിച്ചു. There was no phenomenon water coming from sky. അന്ന് ആകാശത്ത് നിന്നും വെള്ളം വരുന്ന ഒരു പ്രതിഭാസം അന്ന് വരെയും ഉണ്ടായിരുന്നില്ല. Enoch had never seen it. ഹാനോക്ക് അത് കണ്ടിട്ടില്ലായിരുന്നു. And the former generation never had seen it. അതിനു മുമ്പുണ്ടായിരുന്ന തലമുറയിൽപ്പെട്ട ആരും തന്നെ അത് കണ്ടിട്ടില്ല. Noah had not seen it. നോഹയും അത് കണ്ടിട്ടില്ലായിരുന്നു. But God said, എന്നാൽ ദൈവം പറഞ്ഞു, a great rain is going to come. ഒരു വലിയൊരു മഴ വരാൻ പോവുകയാണ്. Hello. A great rain is going to come. ഒരു വലിയ മഴ വരാൻ പോവുകയാണ്. First Noah should have thought, what is rain? ഒരു പക്ഷേ നോഹ അന്നേരം ചോദിച്ചിരിക്കാം, എന്താണ് ഈ മഴ എന്ന് പറഞ്ഞാൽ. In those days there is no word rain in his dictionary. അന്നത്തെ കാലത്ത് ഡിക്ഷണറിക്ക് അകത്ത് മഴ എന്ന് പറയുന്ന ഒരു വാക്കില്ലായിരുന്നു. Hello. But he believed. എന്നാൽ നോഹ ഇത് വിശ്വസിച്ചു. Why? എന്തുകൊണ്ടെന്നറിയാമോ? The one who said it has the ability to produce it. കാരണം അത് പറഞ്ഞ മഴ വരുമെന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് ആ മഴയെ സൃഷ്ടിക്കുവാനുള്ള കഴിവുള്ളവനാണ്. Hallelujah. Hallelujah. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു The History Makers Regional Teens and Youth Conference. ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ. നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പോണ്ടിച്ചേരി ഒക്ടോബർ 2 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സാവിയോ ഹാൾ, ഹോളി സ്പിരിറ്റ് ചർച്ചിന് സമീപം, ടാഗോർ നഗർ, ലോസ്പെറ്റ്, പുതുച്ചേരി 605008. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഒക്ടോബർ 3 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്ന ലോകരാഷ്ട്രങ്ങളിൽ ഏത് സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും മാധ്യമത്തിലൂടെ വീക്ഷിക്കുന്നതെങ്കിലും യേശു കർത്താവിൻ്റെ ശക്തി എവിടെയാണോ അവിടെ പ്രവർത്തിച്ച് നിങ്ങൾക്കൊരത്ഭുതം നൽകുവാൻ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിവിധ രീതിയിലുള്ള രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഞാനിത് പറയുന്ന സമയത്ത് ഒരു കാതിന് കേൾവിശക്തിയില്ലാത്തൊരു വ്യക്തിയുടെ കാത് തുറന്നു വരുന്നു. യേശുവിൻ നാമത്തിൽ ആ കാതുകൾ തുറക്കട്ടെ. ഇൻ ജീസസ് നെയിം. ഉമിനീർ ഗ്രന്ഥികൾക്ക് പ്രോബ്ലമുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന ആ ഗ്രന്ഥികൾ യേശുവിൻ്റെ നാമത്തിൽ ഓപ്പൺ ആകട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. തൈറോയിഡിന് പ്രയാസമുള്ള, തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. നട്ടലിൽ ഏകദേശം നടുവിൻ്റെ മധ്യഭാഗത്തിന് താഴേക്ക് പല ഡിസ്കുകളിലും പ്രോബ്ലമുള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നത് പോലെ നട്ടലിൻ്റെ ആ ഭാഗത്ത് നീര് കെട്ടിക്കിടക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇത് കൂടാതെ തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നീർവീക്കമുള്ളവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ സ്വെല്ലിംഗ് മാറിപ്പോകട്ടെ. ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. HIV പോസിറ്റീവ് യേശുവിൻ്റെ നാമത്തിൽ നെഗറ്റീവായി മാറട്ടെ. ഇൻ ജീസസ് നെയിം. മുട്ടുകാലുകൾക്കകത്ത് തേയ്മാനമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളിൽ വല്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ അവർക്കൊരു വിടുതൽ ഉണ്ടാകട്ടെ. ഈ സമയത്ത് എന്നോട് ചേർന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. TV സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവിധ പ്രശ്നങ്ങളുടെ മേലും കർത്താവ്
നീ ഒരു വലിയ വിടുതൽ കൊടുത്ത് അനേകരെ ഇപ്പോൾ തന്നെ വിടുവിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. അഗ്രികൾച്ചർ, കൃഷി ചെയ്യുന്ന ചില വ്യക്തികൾ, നിങ്ങളുടെ പ്രധാന വരുമാന മാർഗം കൃഷിയാണ്. ആ കൃഷിയിൽ വല്ലാത്ത രീതിയിൽ അതിന് ഇടിവുണ്ടായി, ഈ സീസൺ മോശമായി ഭയങ്കരമായി പ്രയാസപ്പെടുന്ന ചിലരെ കർത്താവ് അത്ഭുതകരമായി അവരെ ആ കയത്തിൽ നിന്ന് പുറത്തെടുക്കാൻ പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. വിവാഹ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. താങ്ക് യു. അതുപോലെ 7 വയസ്സ് അതിൽ താഴെയുള്ള ചില കുട്ടികൾ, അവരിലുള്ള ചില ആസ്മ പോലെയുള്ള രോഗങ്ങൾ കർത്താവ് യേശു നാമത്തിൽ മാറിപ്പോട്ടെ. ദൈവിക വിടുതൽ കർത്താവ് എല്ലാവർക്കും അങ്ങ് പകർന്നതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് പോണ്ടിച്ചേരിയിലാണ്. മറ്റന്നാൾ നടക്കുന്നത് ബാംഗ്ലൂരിലാണ്. പോണ്ടിച്ചേരിയിൽ ആദ്യമായിട്ടാണ് ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ എവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളിത് കാണുന്നെങ്കിലും പോണ്ടിച്ചേരിയിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ടെങ്കിൽ, ബന്ധുക്കളുണ്ടെങ്കിൽ തീർച്ചയായും വിളിച്ചു പറയണം. അതിനും ചുറ്റുപാടുമുള്ള പരിസരത്തുള്ളവർക്കെല്ലാം വരാം. ബാംഗ്ലൂരിൽ താമസിക്കുന്നവർക്ക് ബാംഗ്ലൂർ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങൾ, DVD-കൾ, CD-കൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം. സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കാം. അതുപോലെ വെബ്സൈറ്റ് സന്ദർശിക്കുക. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.